നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത്. കൊല്ലം ബീച്ചിൻ്റെ ഒരേ മുക്കിലും കോണിലും കൊല്ലം ബീച്ച് വരുന്ന സന്ദർശകരുമായി നല്ല അടുപ്പം വെക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമുക്ക് കാണാം. വളരെ മര്യാദക്കാരനാണ്. പക്ഷേ അവൻ്റെ അടുത്ത് വേല കാണിച്ചാൽ അവൻ ചെറിഞ്ഞ് നിൽക്കുകയും ചെയ്യും, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവനെക്കുറിച്ചുള്ള അവനിപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തില്ലേ സാറേ? ബിസ്ക്കറ്റ് കൊടുത്തു. എങ്ങനെ അവനുമായിട്ടുള്ള പരിചയം? അവൻ്റെ പേരെന്താ വിളിക്കുന്നത്? ഞങ്ങൾ വർഷങ്ങളോളം കാണുന്ന ആളാണ്. ഞാനും കാണുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ശില്പങ്ങൾ. എങ്ങനെയുണ്ട് ഇവനെ? അപ്പു എന്നാണ് വിളിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ ബീച്ചിൽ വൈകുന്നേരം ആകുമ്പോൾ വരാറുണ്ട്. എന്നാലും ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരികയും ചെയ്യും. ഞങ്ങളെ ബിസ്ക്കറ്റ് മേടിച്ച് ദിവസം കൊടുക്കുകയും ചെയ്യും. ഈ അമ്മച്ചി കട ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ബിസ്ക്കറ്റ് കടയില്ല. അവൻ്റെ പേര് പലവരും പല പേര് വിളിക്കുന്നുണ്ട്. അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു എന്ന ആ ഡോഗാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ. ഇവിടെ എന്നും ബീച്ച് വരുന്ന സന്ദർശകർ ശ്രദ്ധ നേടുന്ന ഒരു ഡോഗാണ്. ഈ ഡോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല മനുഷ്യരുമായി നല്ല അടുപ്പമാണ്. പക്ഷേ അവൻ കുരച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മുഴങ്ങും. ഇവിടെ വലിയ പടക്കം വെക്കുന്ന കണക്കുള്ള സൗണ്ടാണ് ഇവൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ എല്ലാവരും അടുത്തും ബിസ്ക്കറ്റൊക്കെ മേടിക്കുക, എല്ലാവരും ഇട്ടിറങ്ങും. ആരെയും അങ്ങനെ കടിക്കാനോ ഒന്നും ചെല്ലത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും വേല കാണിച്ചാൽ അവ ഇറങ്ങും. നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ധനകാര്യ മന്ത്രി ഇവിടെ വന്നതിൻ്റെ അന്നും കളക്ടർ വന്നതിൻ്റെ അന്നൊക്കെ ഗാന്ധി ജയന്തിയുടെ അന്ന് ചാടി വീണ് ഇവിടെ ഭയങ്കര ബഹളോ ആരെങ്കിലും ഓരോക്കെ കാണിച്ച് ഡാൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഡാൻസൊക്കെ ചെയ്ത് അല്ലേ അവനെങ്ങനെയാണ് കുരയ്ക്കുന്നത്? പെട്ടിയാട്ടോ ഇതുവഴി പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ കുറച്ച് നേരം ഓടുന്നു. ഇങ്ങനെ പെട്ടിയാട്ടം എടുത്തിട്ട് കുത്തിയൊക്കെ കൊണ്ടുപോയി. പെട്ടി വണ്ടിയിൽ ശേഷം പെട്ടി വണ്ടി ഭയങ്കര പ്രശ്നം. അതങ്ങനെ എല്ലാ പട്ടികളും കുറയ്ക്കും. നമ്മൾ ആരെങ്കിലും ഈ ബാഗുമായിട്ട് പോയാൽ ഒരു സംശയം, ഈ ബാഗിനകത്ത് എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും മോഷിച്ചുണ്ടൊക്കെ പോയാണോ? അവ സൂക്ഷിച്ച് നോക്കിയിട്ട് രണ്ട് കുരയൊക്കെ. അവനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്, അപ്പോഴാത്ത വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവൻ ഇന്നാളൊരു സ്ത്രീ ഇവിടെ വന്ന് ഡാൻസ് ചെയ്തപ്പം നമ്മൾ കണ്ടായിരുന്നല്ലേ? അന്ന് കണ്ടായിരുന്നു. അന്നും ഡാൻസ് ചെയ്തപ്പോഴത്തേക്ക് അവരെ ചെറുത് അവൻ്റെ പേര് ഞാനൊക്കെ വിളിക്കുന്ന അർജുന, നിങ്ങൾ വിളിക്കുന്ന അപ്പു എന്നാണ്. അപ്പുവിൻ്റെ നല്ല അപ്പു ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അപ്പു വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇവിടെ 10-40 ഡോഗുകളുണ്ട്. ഡോഗിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ്. ഡീസൻറ്റ് കശിയാണെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. സ്ട്രോങ് ആണ് ആൾ. നല്ല വൃത്തിയുണ്ട് ഇവനെ കാണാൻ. പക്ഷേ ബീച്ചിൽ വരുന്നവരെല്ലാം ഈ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇവനെന്നും വൈകിട്ട് ബിസ്ക്കറ്റ് വാങ്ങി കുടിക്കുകയും അവന് എന്ത് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് കൊടുക്കുകയും ചെയ്യും. എല്ലാവരും അടുത്ത് വന്ന് കിടക്കും. അങ്ങനെ പേടിയുന്നില്ല. നല്ല സഹകരണം എല്ലാവരുമായിട്ടും. പക്ഷെ ഇവൻ നല്ല കടിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവൻ കടിക്കുന്ന സംഭവമാണ്. അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം ബീച്ചിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഒരു ദൃശ്യങ്ങളാണ്. നിങ്ങളും നാളെ വരുമ്പോൾ ഇവൻ കുരയ്ക്കുമ്പോൾ നിങ്ങളെ കടിക്കത്തില്ല. അപ്പൂന്നോ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും അവൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. പ്രകടനമൊക്കെ കാണിച്ച് ഡാൻസൊക്കെ കാണിച്ച് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ കുരയ്ക്കും. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരിപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. അപ്പോൾ ശരി, ഇതേ കണക്ക് ഒരുപാട് അപ്പുമാർ ജനിക്കട്ടെ. ഡോഗുകൾ നല്ല സ്വഭാവത്തിൽ ജനങ്ങൾക്ക് ശല്യമില്ലാതെ വളരട്ടെ എന്ന് പ്രാർത്ഥനയോടെ. കൊല്ലം ബീച്ചിൽ നിന്നും KM മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിനു കുമാറിനോടൊപ്പം കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.